ഇന്ന് നമുക്ക് റാഗി കൊണ്ടൊരു അട ഉണ്ടാക്കാം. റാഗി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ധാന്യമാണ്. ഇത് കുട്ടികൾക്ക് അവരുടെ ബോണിൻ്റെ വളർച്ചയ്ക്കൊക്കെ സാധാരണ എല്ലാവരും കൊടുക്കാറുണ്ട്. വെയിറ്റ് ലോസിനും പ്രമേഹ രോഗികൾക്കും ഇത് വളരെ നല്ലതാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സാവിത്രി. ഒരു ചെറിയ റിക്വസ്റ്റ്, വീഡിയോ എല്ലാവരും മുഴുവനും കാണണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് എഴുതാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് റാഗി കൊണ്ട് അട ഉണ്ടാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് റാഗി ഞാൻ 5 മണിക്കൂർ കുതിർത്തി വാരി വെച്ചതാണ്. ഇത് അരച്ചെടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് അരക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കും. ഇത് ഒരു പ്രാവശ്യം അരച്ചെടുത്തതാണ്. ഇത് അരിച്ചെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി അരച്ചെടുക്കണം. ഇത് കൈ കൊണ്ട് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ഒന്നും കൂടി 2-3 പ്രാവശ്യം ഇതിങ്ങനെ അടിച്ചെടുക്കണം. ഇത് 3 പ്രാവശ്യം റാഗി മിക്സിയിൽ അടിച്ച് എക്സ്ട്രാക്റ്റ് എടുത്തതാണ്. അതുപോലെ ചെയ്യണം. ഇതെല്ലാം അടിച്ചെടുത്ത് ഇതിൻ്റെ ഉമിയാണിത്. ഇത്രയും ഇത് വേസ്റ്റാണ്. ഇത് ഏകദേശം ഒരു 5-5.5 കപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒരു ചെറിയ അരിപ്പയിൽ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ശർക്കര ഉരുക്കിയത് ഒരു 1.5 കപ്പ്, കാഷ്നട്ട്, അല്പം ഉപ്പ്. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട പിടിക്കും. ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയത് ശർക്കര പൊടിച്ചതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്താണ്. ഇത് കട്ടിയായി തുടങ്ങി. ഇനി നമുക്കത് നല്ല വെള്ളം വറ്റിച്ചെടുക്കണം. ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർക്കണം. ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കണത്. എനിക്കത് കടിക്കണ ഇഷ്ടമല്ല. ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഒരു മിനിറ്റും കൂടി ഇളക്കി നല്ല പാത്രത്തിൽ നിന്ന് നല്ല വിട്ട് വരുന്ന പരുവത്തിൽ ഇറക്കാം.
റാഗി മിക്സ് റെഡിയായി. നമുക്കിനി അട ഉണ്ടാക്കാം. ഇനി ഓഫ് ചെയ്യാം. ഇലയിലേക്കിട്ട് പരത്താം. ഇതൊരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് അത് കട്ടിയാവണത്. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പത്ത് മിനിറ്റിന് ശേഷം എടുത്തതാണത്. വളരെ സോഫ്റ്റാണ്. സ്റ്റീമിൽ ഉണ്ടാക്കണേക്കാളും നല്ല സോഫ്റ്റാണത്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം.